ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ വ്യൂവേഴ്സും സബ്സ്ക്രൈബ്സും ഇൻക്രീസ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ചാനൽ എങ്ങനെ ഒരു പ്രോ ലെവലിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള ഒരു 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ കണ്ടന്റ് എന്താണ്? കണ്ടന്റ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടന്റ് സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ ഫീൽഡ് ഏതാണ്, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ്, അതിനനുസരിച്ചുള്ള കണ്ടന്റുകൾ കൂടുതൽ സെലക്ട് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓഡിയൻസിന്റെ ഇടയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പലരും പല ഫീൽഡിലായിരിക്കും. ചിലർക്ക് ഈ ട്രാവലിംഗ് വീഡിയോസിൽ ആയിരിക്കും കൂടുതൽ സ്കിൽസ് ഉണ്ടാവുക, ചിലർക്ക് വാഹനങ്ങളുടെ അതായിരിക്കും, ചിലർക്ക് ടെക് ലെവലിലായിരിക്കും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള കണ്ടന്റുകൾ സെലക്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കാര്യം. അപ്പോൾ രണ്ടാമത്തത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. എന്താണ് ക്വാളിറ്റി? നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മാക്സിമം ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ശബ്ദം കൊടുക്കുകയാണെങ്കിലും നമ്മൾ മൈക്ക് യൂസ് ചെയ്യുക. മൈക്കില്ലാത്ത ഒരു മൊബൈൽ മൈക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് യൂസ് ചെയ്ത് മാക്സിമം നമ്മൾ ശബ്ദം നല്ല രീതിയിൽ തന്നെ എത്തിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും നല്ല ലൈറ്റൊക്കെ ഉള്ള ഏരിയയിൽ പോയിട്ട് വീഡിയോസ് ചെയ്ത് തന്നെ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ സെറ്റാക്കിയിട്ട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മൾ ചെയ്യുന്ന അതേ സബ്ജക്റ്റ് അതേ കണ്ടന്റ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ ഇടയിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ചെയ്താലേ നമുക്ക് ഓഡിയൻസ് അത് ശ്രദ്ധിക്കുകയുള്ളൂ, അത് കാണുകയുള്ളൂ. നമ്മളെ വീഡിയോസിൽ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് ഓഫാക്കി അടുത്ത സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത ആളെ വീഡിയോസ് കാണാൻ പോകും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ചെയ്യുക. ഇനി എന്താണ് ഈ ക്വാണ്ടിറ്റി? ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്നിപ്പോൾ ഒരു വീഡിയോസ് ചെയ്ത് ഇനിയിപ്പോൾ ഒരു 5-6 ദിവസത്തിന് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് ചെയ്തില്ല, അങ്ങനെയല്ല. നമ്മൾ ഇന്ന് ചെയ്ത് നാളെ ചെയ്യാം. നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും നമുക്കൊരു പുഷിങ് കിട്ടും. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. മാക്സിമം നല്ല ക്വാണ്ടിറ്റിയിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നരാണെങ്കിലും ഒരു വീഡിയോസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് എന്താണെന്ന് നോക്കാം. മൂന്നാമതായി പറയാനുള്ളത് ടൈറ്റിലാണ്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഈ ടൈറ്റിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവണം ഈ വീഡിയോയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുക. ഈ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ വലിച്ചു കെട്ടിയിട്ടുള്ളൊരു ഒരു ടൈറ്റിൽ കൊടുക്കാതിരിക്കുക. മാക്സിമം ഷോർട്ട് ആക്കിയിട്ടുള്ള ഒരു ചെറിയ ടൈറ്റിൽ കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ഹാഷ്ടാഗ് കൂടി ഉപയോഗിക്കുക. അപ്പോൾ നാലാമതായിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. തംബ്നെയിൽ. അപ്പോൾ എന്താണ് ഈ തംബ്നെയിൽ? നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ കാണുന്നത് തംബ്നെയിലായിരിക്കും. നമ്മളെ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ഒരു തംബ്നെയിൽ എങ്ങനെ കൊടുക്കാം? അപ്പോൾ തംബ്നെയിൽ നമുക്ക് ഫോട്ടോ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നമ്മളെ ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ്, ഈ തംബ്നെയിൽ കാണുമ്പോൾ അവർക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓണാക്കാൻ തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ നമ്മൾ നിർമ്മിച്ച് സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ തംബ്നെയിൽ കൊടുക്കാൻ ശ്രമിക്കുക എന്നതാണ് നാലാമത്തെ കാര്യം. അപ്പോൾ അഞ്ചാമത്തെ എന്താണെന്ന് നോക്കാം. അപ്പോൾ അവസാനത്തെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ ടാഗാണ്. അപ്പോൾ നമ്മൾ ഹാഷ്ടാഗ്, ഈ ടാഗ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനത്തെ ടാഗുകളാണ് കൊടുക്കുന്നത്? നമ്മൾ ചെയ്യുന്ന വീഡിയോസുമായി ബന്ധപ്പെട്ടുള്ള വേർഡുകൾ ഹാഷ്ടാഗ് വഴി നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ടാഗ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ ഈ ഹാഷ്ടാഗിൽ കൊടുക്കുക. ഈ ഹാഷ്ടാഗിൽ മാക്സിമം നമ്മൾ വീഡിയോസുമായി ബന്ധമുള്ള വേർഡുകൾ ഹാഷ്ടാഗിൽ കൊടുക്കുന്നതോട് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബ്സും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ വീഡിയോസ് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ